എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം. പ്രധാനപ്പെട്ട ന്യൂസുകൾ. അമേരിക്കയോട് ഇറാൻ മുന്നറിയിപ്പ് നൽകി, താക്കീത്, അവസാനത്തെ താക്കീത് നൽകി. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നോളൂ, അതാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ് ഇറാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ ഞങ്ങൾ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് താക്കീതല്ല, വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ നിന്നും ഇപ്പോൾ വന്നുകൊണ്ട് റിപ്പോർട്ടുകൾ. അമേരിക്ക പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളെ വഴിക്ക് നിന്നോളൂ. കാരണം അറിയോ, ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇപ്പം എന്താ പറയുക, അമേരിക്ക സഹായിച്ചിട്ടില്ലെങ്കിൽ, കാരണം അറിയാം, അയൺ ഡോമിലെ എല്ലാ സംവിധാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആയുധങ്ങൾ ഇല്ലാണ്ട് നിൽക്കുകയാണ്. അമേരിക്ക സഹായിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേലില്ല. എന്നപ്പോൾ ഈ ഇപ്പം സമയത്ത് എന്താ പറയുക, അമേരിക്കൻ സഹായം ഇസ്രായേൽ ആവശ്യമാണ്. അന്നപ്പോൾ അമേരിക്കനോട് ഇറാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ചെയ്യുന്ന പരിപാടി ചെയ്ത് പോയിക്കോളൂ, ഇതിലേക്ക് ഇടപെടാൻ വരണ്ട. വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുന്ന രൂപത്തിലാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അവസാനത്തെ താക്കീതായിട്ടാണ് ഇപ്പോൾ പേടുന്നത്. അതുപോലെ തന്നെ മൊസാദ്, ഇറാനിൽ ഒരുപാട് മൊസാദിന് കുറേ ടീമുകളുണ്ട്. ഈ ചാരന്മാരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മൊസാദിൻ്റെ ആൾക്കാർ ഇറാനിൽ ഒരുപാടുണ്ട്. ആ ഓലാണ് ഈ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ അറിയിച്ചു കൊടുക്കുന്നത്. ആ ഒരു അറിവിൻ്റെ പേരിലാണ് ഇസ്രായേൽ അവിടെ മിസൈൽ ഇടുന്നത്. ഈ 15ഓളം മൊസാദിൻ്റെ ആളുകളെ പിടികൂടിയെന്നാണ് പറയുന്നത്. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ അറിയോ എങ്ങനെ ഉള്ളതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇറാൻ്റെ കയ്യിലെങ്ങാൻ മൊസാദിന് ആളെ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും ഞാൻ ചുരുക്കി പറയുകയാണ്, ഒരു ആന വന്ന് ഞാൻ നേരെ നമ്മളെ ചവിട്ടിക്കഴിഞ്ഞാൽ എന്താവും, നമ്മൾ തൻ്റെ മോളെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താവും, ആവുമല്ലേ, അതുപോലെ ആവുണ്ടാവും. ഒരാന നമ്മൾ തൻ്റെ മോൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തലക്കെന്ന് സംഭവിക്കും. അതുപോലായിരിക്കും മൊസാദിൻ്റെ ടീമിനെ ഇറാൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ. 15 ആൾക്കാരെ മൊസാദിൻ്റെ ആൾക്കാരെ പിടികൂടി എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 15 ആളെയും കഥ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട തീരുമാനമായിട്ടുണ്ടാവും. കാരണം ഈ മൊസാദ് എന്ന് പറഞ്ഞ എന്താ പറയുക, വലിയൊരു സംഘടന, ഇസ്രായേലിൻ്റെ വലിയൊരു സംഘടന, എല്ലാവിധ നൂലാവാദങ്ങളും ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ഈ മൊസാദ് എന്ന് പറയുന്നത്. അവരെ 15 ആളെ പിടികൂടി. അതുപോലെ തന്നെ പറയാൻ കാരണം അറിയോ, മൊസാദിൻ്റെ ആൾക്കാർ ഇനി ഇറാനിലുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവിധ ടെക്നോളജികളും ഉപയോഗിച്ചിങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറിൽ എത്ര ആൾക്കാർ പിടിച്ചിട്ട് ഇപ്പോൾ 15 ആൾക്കാർ പിടിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇറാൻ അതിശക്തമായുള്ള ഒരു ഭാഗത്ത് മൊസാദിൻ്റെ ആൾക്കാർ പിടിക്കുകയും മറുഭാഗത്ത് ഇസ്രായേലിലേക്ക് നിരന്തരം മിസൈലുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും സാധാരണ മനസ്സിലാക്കുന്നത്, ആദ്യ ഘട്ടം കുറച്ചാണെങ്കിൽ രണ്ടാം ഘട്ടം കൂടിയാണ്. ഒരു തട്ടിന് മുകളിലേക്കാണ് പിന്നെ വരുന്ന മിസൈലിന് കട്ടി കൂടുന്നത്. 2000-ലധികം മിസൈലുകൾ, വ്യത്യസ്തമായിട്ട് മിസൈലുകൾ, ഡ്രോണുകളും ഉള്ള ഒരു രാജ്യമാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. ഇപ്പം ലോകം കണ്ടതിൽ ഏറ്റവും തോന്നുന്ന ടെക്നോളജികളുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടും ഏത് വിധത്തിലും, പട്ടാളം കൊണ്ടാവട്ടെ, എല്ലാ വിധത്തിലും നല്ല രീതിയിൽ ഇസ്രായേലിനേക്കാൾ മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ ഓരോ ദിവസം 6-ാം ദിവസം 7-ാം ദിവസത്തെ എത്തുന്ന സമയത്ത് അതിശക്തമായുള്ള ആക്രമണങ്ങൾ, ഞങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങി, ഞങ്ങളെ അതിശക്തമായി ഇസ്രായേൽ തകർക്കും, ഇസ്രായേൽ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും. കാരണം ഇസ്രായേൽ കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്, ഇസ്രായേൽ കുറേ മര്യാദകൾ പഠിക്കാൻ. ആ മര്യാദകളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ഞങ്ങൾ ഇടപെട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വന്ന് ഇസ്രായേൽ ഞങ്ങൾ വെറുതെ വിടാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസം കൊണ്ട് ഇസ്രായേലിൻ്റെ എല്ലാവിധ കാര്യങ്ങളും തീരുന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.